നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി കൂടെ ഞാനിങ്ങനെ ബൈക്കിൽ പോവുകയായിരുന്നു. അപ്പോൾ ഒരു സാമാന്യം തിരക്കുള്ള റോഡിൽ ഒരു ചെറുപ്പക്കാരൻ റോഡിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അപ്പം എനിക്ക് മുമ്പേ എൻ്റെ വണ്ടിയുടെ മുമ്പേ ഒരു ട്രാൻസ്പോർട്ട് ബസ് പോകുന്നു. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ബസ് നിർത്തി ഞങ്ങളെല്ലാവരും ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിത് കണ്ടു, ഈ പയ്യന് റോഡിൻ്റെ നടുക്കുള്ള ലൈനിൽ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഭയങ്കര ദേഷ്യഭാവം. അപ്പം ഞാനിങ്ങനെ ബസ് ഇടത്തോട്ട് ഒഴിച്ചെടുത്തോട്ട് പോയി. ഞാനും അതുപോലെ. അപ്പോൾ എൻ്റെ അടുത്തെത്തിയപ്പോൾ പോകുന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു 10-25 വയസ്സ് പ്രായം വരും, നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് വണ്ടി ഒതുക്കി ഇറങ്ങി നിന്നു. അപ്പോൾ എൻ്റെ അടുത്തൂടെ രണ്ടുപേര് പറഞ്ഞുകൊണ്ട് പോകുന്നു, ഇത് മദ്യമല്ല, കാരണം അയാൾ ശരീരം ആട്ടമൊന്നുമില്ല, നേരെ സ്ട്രെയിറ്റായിട്ടൊക്കെ നടന്നു പോകുന്നത്. വേറെന്തോ കേസാണ്, വല്ല മയക്കുമരുന്ന് എന്തൊക്കെ ഉണ്ടല്ലോ, MDMA അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകാനാണ് സാധ്യത. ഞാനും കുറച്ച് നേരം വീഴ്ചകൊണ്ടിരുന്നത് ശരിയാണ്, മദ്യമല്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പോക്ക്, ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്ത് കഠിനമുള്ള ഒരു എന്ത് പറയാൻ, എന്ത് വാക്ക് പറയാൻ എനിക്ക് അറിയില്ല. അത് ഇങ്ങനെ ചെറുപ്പ സമൂഹം, എല്ലാവരും അല്ല കേട്ടോ. ഞാനത് വേറൊരു കാര്യം എനിക്കൊരു ഓർമ്മ വരുന്നു. ഒരു 2-3 മാസത്തിന് മുമ്പ് ഞാനൊരു കല്യാണത്തിന് കൊല്ലത്ത് പോകാൻ വേണ്ടി തിരുവനന്തപുരത്തിന് ട്രെയിൻ കയറി കൊല്ലത്തോട്ട് പോവുകയാണ്. ട്രെയിൻ ഇവിടുന്ന് എടുക്കാറായ സമയത്ത് ഒരു 10-65 വയസ്സുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ വലതുഭാഗത്തുള്ള സീറ്റിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ്. വലതുഭാഗത്തൊരു സീറ്റിൽ ആരോ ലേഡീസ് എങ്ങാണ്ട് ഈ അമ്മയ്ക്കും ഈ കൊച്ചുകുട്ടിയും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അവരവിടെ ഇരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ക്ഷീണിതനാണ്. ഇദ്ദേഹം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നി. ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കൊടുത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. ട്രെയിൻ മൂവായി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് സ്വകാര്യം പരിചയപ്പെട്ടു. എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു കൊല്ലത്താണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിക്കാതെ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലവും കൊല്ലത്താണ്. അപ്പോൾ ഞാൻ കേട്ട് എന്താ ഇവിടെ വന്നേ? ഞങ്ങൾ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ അവിടെ ബലിയിടാൻ വന്നതാണ്. എൻ്റെ മകൻ്റെ 1ാം ചരമവാർഷികമാണ് ഇന്ന്. എൻ്റെ മകളുടെ കുട്ടിയാണ് ബലി കർമ്മം ചെയ്യുന്നത്. അതേ ഇരിക്കുന്നതാണെന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം എന്നോട് ഈ സംസാരിക്കുന്നെങ്കിലും അദ്ദേഹം ഭാര്യയെ ശ്രദ്ധിച്ചിട്ട് ഭാര്യയെ നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം മകനാണെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. എന്നാലും എനിക്ക് കൂടുതൽ അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പതുക്കെ ഒരു സൗമ്യാണ്ടിച്ചു, എങ്ങനെ മകൻ മരിച്ചത്? അത് ആത്മഹത്യയായിരുന്നു, തൂങ്ങി മരിക്കുകയായിരുന്നു. പിന്നെ പുള്ളിയെന്നിങ്ങനെ പറയുകയായിരുന്നു, നല്ലൊരു പയ്യനായിരുന്നു, ഒരു ദുസ്വഭാവം ഇല്ലാത്ത നല്ലൊരു പയ്യനായിരുന്നു. പറഞ്ഞാൽ മകനെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ എന്നോടിങ്ങനെ പറയും. ഞാൻ തിരിച്ച് എങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊന്നും എനിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നനയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു, മകൻ്റെ പ്രായം 25 വയസ്സ്. എന്താണെന്ന് അറിയില്ല. ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ചില കാര്യങ്ങളൊക്കെ ദേഷ്യം, ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പൈസ ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ ദേഷ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല. അദ്ദേഹം ഇത് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് എണീക്കാത്ത റൂം ചെന്ന് തള്ളി തുറന്നപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞു. അവൻ്റെ 2-3 കൂട്ടുകാർ വീട്ടിൽ വന്നിരുന്നു. അവർ പറഞ്ഞാണ് അറിഞ്ഞത്, ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി, എന്തൊക്കെയോ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെന്ന്. അവർ നല്ല ഉപദേശിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ കേൾക്കുന്നില്ല. എന്താണ് പറ്റിയതെന്നുള്ളത് ആർക്കും അറിയില്ല. എവിടുന്നാണ് അയാൾക്കിത് കിട്ടുന്നതൊന്നും അറിയില്ല. ഈ അച്ഛനെയൊക്കെ ഞെട്ടിപ്പോയെന്ന്. എന്തോ അയാൾ സൂയിസൈഡ് ചെയ്തു.
അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഈ പയ്യനും വേറൊരു പയ്യൻ്റെ മൂത്തൊരു സഹോദരിയുണ്ട്. അവരുടെ കുട്ടിയാണ് ഇപ്പോൾ കർമ്മം ചെയ്യാനായിട്ട് വന്നതെന്ന് പറഞ്ഞു. അവരുടെ പുള്ളി കരഞ്ഞു എന്നിട്ട് നോക്കുന്നില്ല, ഭാര്യ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നു. അവർ വിദൂരതയിലൊക്കെ എവിടെയും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഉള്ള അവസ്ഥ ഒന്ന് നോക്കിയേ. ഞാനൊന്നും ചോദിച്ചില്ല. അദ്ദേഹം ഇങ്ങനെ കുറേ നേരം സൈലൻ്റായിട്ടിരുന്നു. കൊല്ലം എത്തിയപ്പോൾ പോകട്ടെ എന്ന് ചോദിച്ച് ഞാനും തലയാട്ടി ഞാനും ഒരു സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി. അവരും പോയി. എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. ഒരു ദുസ്വഭാവവും ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു. എന്നിട്ടും എന്തേ ഇങ്ങനെ ആയിപ്പോയത്? എവിടെയോ ഏതോ കൂട്ടുകെട്ടിൽപ്പെട്ട് കാണും. എന്തൊരു ദയനീയമായ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇതൊന്നും കിട്ടാതെ വന്നപ്പോൾ ഉള്ള അല്ലെങ്കിൽ അതിൽ നിന്നും മോചിതനാവാൻ പറ്റാത്ത വിഷമോ എന്തോ അറിയില്ല, സംഭവിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഈ അടുത്ത സമയത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ന്യൂസ് കണ്ടു. 14-നും 15-നും 25-നും വയസ്സിനിടയ്ക്കുള്ളവർക്കാണ് കൂടുതലും എയ്ഡ്സിനെ പോലത്തുള്ള അസുഖങ്ങളെന്ന്. മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗങ്ങളാണ് കൂടുതലും. ഒരേ നീഡിൽ ഇഞ്ചക്ഷൻ സിറിഞ്ച് ഉപയോഗിക്കുന്നതൊക്കെ കൊണ്ടായിരിക്കാം. എന്തു പറയാൻ, കാലഘട്ടത്തിൻ്റെ പോക്ക്. ഒരു കാര്യം എനിക്ക് പറയാം, നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അവർ നല്ലതായിട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്, എങ്കിലും നമ്മളിലൊരു കണ്ണ് എപ്പോഴും അവരുടെ പുറകെ വേണം.